ഹരി ഓം. എല്ലാവർക്കും നാരായണീയ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ 33-ാമത്തെ ദശകം അംബരീഷ ചരിതമാണ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. അതിലെ ആദ്യ 5 ശ്ലോകങ്ങൾ ചൊല്ലി അതിൻ്റെ വ്യാഖ്യാനവും നമ്മൾ നോക്കി. അപ്പോൾ നമുക്ക് ഇന്ന് അതിൽ ബാക്കിയുള്ള 5 ശ്ലോകങ്ങൾ ചൊല്ലി അതിൻ്റെ വ്യാഖ്യാനവും നോക്കാം. അപ്പോൾ ചൊല്ലി തുടങ്ങുകയാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. വൈവസ്വതാഖ്യമനുപുത്രനഭാഗജാതനാഭാഗനാമക നരേന്ദ്രസുതോംബരീഷ സപ്താർണവാവൃതമഹീദയിതോऽപി രേമേ त्वत्सङ्गिषु त्वयि च मग्नमना सदैव त्वत्प्रीतये सकलमेव वितन्वतोऽस्य भक्त्यैव देव न चिरादभृता प्रसादम् येनास्य याचनमृदेऽप्यभिरक्षणार्थं चक्रं भवान् प्रविदतारसहस्रधारम् सद्वादशीव्रतमधो भवदर्चनार्थं वर्षं ददौ मधुवनेयमुनोपकण्ठे पत्न्या समं सुमनसा महतीं वितन्वन् पूजां द्विजेषु विसृजन् पशुषष्टिकोटिं तत्रादपारणदिने भवदर्चनान्ते दुर्वाससास्य मुनिना भवनं प्रपेते भोक्तुं वृदश्च स नृपेण परार्तिशीलो मन्दं जगामयमुनां नियमान् विधास्यन् राज्ञादपारणमुहूर्तसमाप्तिकेताद्वारैव पारणमकारि भवत्परेण प्राप्तो मुनिस्तददिव्यदृशा विजानन् क्षिप्यन् कृतो धृतजडो विदतानकृत्याम्. ഇനി 6-ാമത്തെ ശ്ലോകം ചൊല്ലാം. കൃത്യാം ച താമസി ധരാം ഭുവനം ദഹന്തീമഗ്രേപി വീക്ഷ്യ നൃപതിർന പദാച്ച കംഭേ त्वद्भक्तपादमभिवीक्ष्य सुदर्शनं ते कृत्यानलं शलभयन्मुनिमन्वदावीत्. ഒന്നുകൂടി ചൊല്ലാം. കൃത്യാം ച താമസി ധരാം ഭുവനം ദഹന്തീമഗ്രേപി വീക്ഷ്യ നൃപതിർന പദാച്ച കംഭേ त्वद्भक्तपादमभिवीक्ष्य सुदर्शनं ते कृत्यानलं शलभयन्मुनिमन्वदावीत्. 6-ാമത്തെ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനം നോക്കുന്നതിന് മുമ്പ് നമ്മൾ ഇതുവരെ ചൊല്ലിയ 5 ശ്ലോകങ്ങളുടെ വ്യാഖ്യാനം ഒന്ന് ചുരുക്കി നോക്കാം. വൈവസ്വത മനുവിൻ്റെ പൗത്രൻ്റെ പുത്രനാണ് അംബരീഷ ചക്രവർത്തി. സപ്തസമുദ്രങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഈ ഭൂമിയുടെ തന്നെ ഉടമയാണെങ്കിലും ഒട്ടും അഹങ്കാരമില്ലാതെ ഭഗവാനിലും ഭഗവാന്റെ ഭക്തന്മാരിലും മാത്രം മനസ്സിലയിപ്പിച്ച് സന്തോഷത്തോടെ കഴിഞ്ഞു വരുന്ന ഒരു ചക്രവർത്തിയായിരുന്നു അംബരീഷ ചക്രവർത്തി. അങ്ങനെ തൻ്റെ കർമ്മങ്ങൾ എല്ലാവിധത്തിലുള്ള സത്കർമ്മങ്ങളും ചെയ്ത് ശീലിച്ച ആ അംബരീഷ ചക്രവർത്തി സ്വാഭാവികമായിട്ടും ഭഗവാന്റെ പ്രീതി നേടിയെടുക്കുകയും ഭഗവാനോട് അപേക്ഷിക്കാതെ തന്നെ എല്ലാ ദുഃഖങ്ങളെയും ഇല്ലാതെയാക്കുന്ന സുദർശന ചക്രത്തെ ഭഗവാൻ അംബരീഷിന് സമ്മാനിക്കുകയും ചെയ്തു. പിന്നെ യമുനാ നദിക്കടുത്തുള്ള മധുവനത്തിൽ വെച്ച് തൻ്റെ പത്നിയോടൊപ്പം യഥാവിധി ബ്രാഹ്മണർക്ക് കാൽ കഴുകിച്ചൂട്ടും ദക്ഷിണയും 60 കോടി പശുക്കളെയും ഒക്കെ ദാനം ചെയ്ത് ആ മധുവനത്തിൽ ഭക്തി പുരസരം ഭഗവാന് വേണ്ടി 1 വർഷത്തെ ദ്വാദശി വ്രതം അനുഷ്ഠിക്കുകയാണ് അംബരീഷ ചക്രവർത്തി. അങ്ങനെ ആ യഥാവിധി പൂജയൊക്കെ കഴിഞ്ഞ് പാരണ നടത്തേണ്ടുന്ന മുഹൂർത്തമായി. ആ സമയത്ത് ദുർവാസാവ് മഹർഷി അവിടേക്ക് വരികയാണ്. അപ്പോൾ ദുർവാസാവ് മഹർഷിയെ യഥാവിധി
അംബരീഷ ചക്രവർത്തി ക്ഷണിച്ച് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ക്ഷണിക്കുകയാണ്. പക്ഷേ മധ്യാഹ്ന കർമ്മങ്ങൾ നിർവഹിക്കാൻ എന്ന് പറഞ്ഞ് മഹർഷി യമുനയിലേക്ക് പോയി. അപ്പോൾ ഇവിടെ ഭട്ടതിരിപ്പാട് പറയുന്നുണ്ട്, പൊതുവെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിപ്പിക്കുവാൻ അല്ലെങ്കിൽ മറ്റുള്ളവരെ ക്ലേശിപ്പിക്കുവാൻ താല്പര്യമുള്ള മഹർഷി എന്നിവിടെ പറയുന്നുണ്ട്. അപ്പം മനഃപൂർവ്വം തന്നെ മഹർഷി അങ്ങനെ ചെയ്തതാണ് എന്ന് വേണം കരുതാൻ. അങ്ങനെ യമുനയിലേക്ക് പോയി. പാരണ മുഹൂർത്തം തെറ്റുമോ? അങ്ങനെ തെറ്റിക്കഴിഞ്ഞാൽ ഇത്ര വരെ ആചരിച്ചിരുന്ന വ്രതഭംഗം സംഭവിക്കും അല്ലേ? അപ്പോൾ അത് ഭയന്ന് വെറും ജലം കൊണ്ട് മാത്രം അംബരീഷ ചക്രവർത്തി പാരണ വീടി. അങ്ങനെ മധ്യാഹ്ന കർമ്മങ്ങൾക്ക് വേണ്ടി പോയ ദുർവാസാവ് മഹർഷി തിരിച്ചെത്തി തൻ്റെ ദിവ്യ ദൃഷ്ടി കൊണ്ട് ഇത് മനസ്സിലാക്കിയപ്പോൾ, രാജാവ് ഇങ്ങനെ പാരണ വീടി എന്ന് മനസ്സിലാക്കിയപ്പോൾ കോപം കൊണ്ട് ആദ്യം കുറേ ശകാരിച്ചു. അതിനുശേഷം സ്വന്തം ജട പറിച്ചെറിഞ്ഞ് ഒരു പിശാചിയെ സൃഷ്ടിച്ചു എന്നുള്ളത് വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇനി നമുക്ക് 6ാമത്തെ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനം നോക്കാം. 6ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്, അപ്പോൾ അങ്ങനെ കൃത്യയെ ദുർവാസാവ് തൻ്റെ ജടയിൽ നിന്നും ജട പറിച്ചെറിഞ്ഞ് കൃത്യയെ സൃഷ്ടിച്ച് മുമ്പിലേക്ക് വിട്ടു അല്ലേ? ആ കൃത്യയാണെങ്കിൽ കയ്യിൽ വാളുമെടുത്ത് ഈ പ്രപഞ്ചത്തെ തന്നെ ചാമ്പലാക്കാൻ പാകത്തിന് ആണ് അംബരീഷ ചക്രവർത്തിയുടെ മുമ്പിൽ നിൽക്കുന്നത്. ഈ ലോകത്തെ തന്നെ ദഹിപ്പിച്ച് ചാമ്പലാക്കുമെന്നുള്ള മട്ടിലാണ് കൃത്യ അംബരീഷ ചക്രവർത്തിയുടെ മുമ്പിൽ നിൽക്കുന്നത്. പക്ഷേ ഇതൊക്കെ കണ്ടിട്ടും അംബരീഷ ചക്രവർത്തി തെല്ലും ഭയന്നില്ല എന്നുള്ളതാണ് അല്ലേ? ഭഗവാന്റെ ഭക്തന്മാർക്ക് തൻ്റെ ഭഗവാൻ കൂടെയുണ്ട് എന്നുള്ള ധൈര്യം എപ്പോഴും ഉണ്ടാവും. അതാണ് നമ്മൾ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഒരു കയ്യിൽ വാളൊക്കെ എടുത്ത് ലോകം മുഴുവൻ ചാമ്പലാക്കാൻ പാകത്തിൽ ദഹിപ്പിക്കാൻ പാകത്തിനാണ് നിൽക്കുന്നത്. പക്ഷെ ആ നിൽപ്പും നോട്ടും ഭാവവും ഒക്കെ കണ്ടിട്ട് പോലും നമ്മുടെ ചക്രവർത്തി, ഭഗവാന്റെ പ്രിയ ഭക്തനായിട്ടുള്ള ചക്രവർത്തി തെല്ലും അനങ്ങിയില്ല. ഇത് കണ്ടൊട്ടും ഭയന്നതുമില്ല. പക്ഷേ ഭഗവാൻ സുദർശന ചക്രം സമ്മാനിച്ചു ചക്രവർത്തിക്ക് എന്ന് പറഞ്ഞു അല്ലേ? ആ സുദർശന ചക്രത്തിന് തൻ്റെ ഗുരുവായൂരപ്പൻ്റെ ഭക്തന് ഇങ്ങനെ ഒരു ആപത്ത് നേരിടുന്നത് കണ്ടു നിൽക്കാൻ സാധിക്കില്ല. അപ്പോൾ ആ സുദർശന ചക്രം വേഗം ചെന്ന് ആ കൃത്യയെ സംഹരിച്ചു. ഈ ശ്ലോകത്തിലെ ഭട്ടതിരിപ്പാട് പറയുന്നുണ്ട്, ശലഭം കണക്കെ എന്ന് പറയുന്നുണ്ട്. ഒരു ഈയാമ്പാറ്റ കണക്കെ ആ കൃത്യയെ നശിപ്പിക്കുകയാണ്. അത്രയേ ആയുസ്സുണ്ടായിരുന്നുള്ളൂ ആ പിശാചിക്ക്. അപ്പോൾ അങ്ങനെ ആ കൃത്യയെ സുദർശന ചക്രം സംഹരിച്ചു. എന്നിട്ടോ ദുർവാസാവ് മഹർഷിയുടെ പിന്നാലെ ഓടി. തൻ്റെ ഭക്തനെ മനഃപൂർവ്വം കരുതിക്കൂട്ടി ഉപദ്രവിച്ചത് കൊണ്ട് തന്നെ ആ സുദർശന ചക്രത്തിന് ക്ഷമിക്കാൻ കഴിഞ്ഞില്ല. ദുർവാസാവ് മഹർഷിയുടെ പിന്നാലെ ഓടി എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. ഭഗവാന്റെ ഭക്തന്മാരെ ഉപദ്രവിച്ചാൽ, ആരെങ്കിലും ഭഗവാന്റെ ഭക്തന്മാരെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ അവർ പ്രതികരിക്കില്ല. അവരെന്ത് വിചാരിക്കും? ഭഗവാൻ കൂടെയുണ്ട് അല്ലേ? അത് കണ്ടിട്ട് അവർക്കൊന്നും തോന്നില്ല. പക്ഷേ ഭഗവാൻ അതൊരിക്കലും ക്ഷമിക്കാൻ കഴിയില്ല. അപ്പോൾ ഭഗവാന്റെ ഭക്തന്മാരെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ അവിടെ കണക്ക് ചോദിക്കാൻ നമ്മുടെ ഗുരുവായൂരപ്പൻ എത്തുക തന്നെ ചെയ്യും. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ അംബരീഷ ചക്രവർത്തിയുടെ കാര്യത്തിൽ നടക്കുന്നത്. അങ്ങനെ കൃത്യം ഇങ്ങനെ ലോകത്തെ തന്നെ ചാമ്പലാക്കാൻ വേണ്ടി നിൽക്കുകയാണ് അല്ലേ? അംബരീഷ ചക്രവർത്തിയെ കൊല്ലുന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. പക്ഷെ അത് കണ്ടിട്ടൊന്നും നമ്മുടെ ചക്രവർത്തി അനങ്ങിയില്ല. പക്ഷേ തൻ്റെ ഭക്തനായിട്ടുള്ള ഗുരുവായൂരപ്പൻ്റെ ഭക്തനായിട്ടുള്ള അംബരീഷ ചക്രവർത്തിക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിക്കുമോ എന്ന് ഭയന്ന് ആ സുദർശന ചക്രം ആ കൃത്യയെ നിമിഷ നേരം കൊണ്ട് സംഹരിച്ച് ആ ദുർവാസാവ് മഹർഷിയുടെ പിന്നാലെ ഓടി എന്നുള്ളതാണ് 6ാമത്തെ ശ്ലോകത്തിൽ വിശദീകരിക്കുന്നത്. ഇനി നമുക്ക് 7ാമത്തെ ശ്ലോകം ചൊല്ലാം. ദാവന്ന ശേഷഭുവനേഷു ഭിയാസ പശ്യൻ വിശ്വത്ര ചക്രമപി തേ ഗദവാൻ വിരിഞ്ചം കക്കാലചക്രമതിലംഘയതീത്യപാസ്ത ശർവം യയൗ സച ഭവന്തമവന്തതൈവ. ഒന്നുകൂടി ചൊല്ലാം. ദാവന്ന ശേഷഭുവനേഷു ഭിയാസ പശ്യൻ വിശ്വത്ര ചക്രമപി തേ ഗദവാൻ വിരിഞ്ചം കക്കാലചക്രമതിലംഘയതീത്യപാസ്ത ശർവം യയൗ സച ഭവന്തമവന്തതൈവ. അങ്ങനെ ദുർവാസാവ് മഹർഷി രക്ഷയ്ക്ക് വേണ്ടിയിട്ട് സകല ഭുവനങ്ങളിലും ഓടി നടന്നു.
എങ്ങോട്ട് തിരിഞ്ഞാലും എങ്ങോട്ട് ഓടിയാലും അവിടെയൊക്കെ മഹർഷി കാണുന്നത് സുദർശന ചക്രത്തെയാണ്. ആ ചക്രത്തെ ഭയന്ന് നിർത്താതെ ഈ സകല ഭുവനങ്ങളിലും ഓടി അവസാനം ഗത്യന്തരമില്ലാതെ ബ്രഹ്മാവിനെ ശരണം പ്രാപിച്ചു. അപ്പോൾ ബ്രഹ്മാവ് ദുർവാസാവ് മഹർഷിയോട് പറഞ്ഞ എന്താണെന്നറിയുമോ? ആർക്ക് കഴിയും കാലചക്രത്തെ അതിക്രമിക്കുവാൻ? അപ്പോൾ സുദർശന ചക്രം എന്ന് പറയുന്നത് കാലചക്രമാണ്, അതിനെ തടഞ്ഞു നിർത്താൻ ആർക്കും കഴിയില്ല എന്ന് പറഞ്ഞു. സൃഷ്ടിയുടെ ദേവനാണല്ലോ ബ്രഹ്മാവ്, അതുകൊണ്ടാണ് ദുർവാസാവ് മഹർഷി അങ്ങോട്ടേക്ക് ഓടിച്ചെന്നത് അഭയം പ്രാപിച്ച്. പക്ഷേ ബ്രഹ്മദേവൻ ദുർവാസാവ് മഹർഷിയെ ഉപേക്ഷിച്ചു. പിന്നെ അവിടെ നിന്നും രക്ഷയ്ക്ക് വേണ്ടി ഓടിയത് പരമശിവൻ്റെ അടുത്തേക്കാണ്. എന്നാൽ പരമശിവനും അദ്ദേഹത്തെ തിരസ്കരിച്ചു, ഭഗവാനെ വണങ്ങുക മാത്രം ചെയ്തു. പരമശിവനുണ്ടോ വിഷ്ണുവിനെതിരെ നിൽക്കുന്നു? ഒരിക്കലുമില്ല. അപ്പോൾ പരമശിവനും ദുർവാസാവ് മഹർഷിയെ തിരസ്കരിച്ച് ഭഗവാനെ വണങ്ങുകയാണ് ചെയ്തത്. അതാണ് 7ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. അപ്പോൾ 7ാമത്തെ ശ്ലോകത്തിൽ അത്രയേ ഉള്ളൂ മനസ്സിലാക്കാൻ. രക്ഷയ്ക്ക് വേണ്ടി ആ സുദർശന ചക്രം ഇങ്ങനെ പിന്നാലെ പാഞ്ഞു വരികയാണ്. അപ്പോൾ രക്ഷയ്ക്ക് വേണ്ടി ദുർവാസാവ് മഹർഷി സകല ഭുവനങ്ങളിലും ഓടി നടന്നു. പക്ഷെ എവിടെയൊക്കെ പോകുന്നോ അവിടെയൊക്കെ ഒപ്പം സുദർശന ചക്രം പിന്തുടരുന്നുണ്ടായിരുന്നു. വല്ലാതെ ഭയന്ന് ഗത്യന്തരമില്ലാതെ ബ്രഹ്മദേവൻ്റെ അടുക്കൽ അഭയം പ്രാപിക്കുകയാണ്. കാലചക്രത്തെ അതിക്രമിക്കുവാൻ ആർക്ക് കഴിയും എന്ന് ചോദിച്ചുകൊണ്ട് ബ്രഹ്മദേവൻ ദുർവാസാവ് മഹർഷിയെ തിരസ്കരിച്ചു. പിന്നെ അവിടെ നിന്നും പരമശിവൻ്റെ അടുത്തേക്കായി. പരമശിവനോ ഭഗവാനെ വണങ്ങുക മാത്രം ചെയ്തുകൊണ്ട് ദുർവാസാവ് മഹർഷിയെ സഹായിക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ് 7ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. ഇനി നമുക്ക് 8ാമത്തെ ശ്ലോകം ചൊല്ലാം. ഭൂയോ ഭവന്നിലയമേത്യ മുനിം നമന്തം പ്രോച്ചേ ഭവാനഹ മൃഷേനനു ഭക്തദാസ ജ്ഞാനം തപശ്ച വിനയാന്വിതമേവ മാന്യം യാഹ്യം ഭരീഷപദമേവ ഭജേതി ഭൂമൻ. ഒന്നുകൂടി ചൊല്ലാം. ഭൂയോ ഭവന്നിലയമേത്യ മുനിം നമന്തം പ്രോച്ചേ ഭവാനഹ മൃഷേനനു ഭക്തദാസ ജ്ഞാനം തപശ്ച വിനയാന്വിതമേവ മാന്യം യാഹ്യം ഭരീഷപദമേവ ഭജേതി ഭൂമൻ. സർവവ്യാപിയായ ദേവ എന്ന് വിളിച്ചുകൊണ്ടാണ് ഭട്ടതിരിപ്പാട് 8ാമത്തെ ശ്ലോകം രചിച്ചിരിക്കുന്നത്. അങ്ങനെ ദുർവാസാവ് മഹർഷി അഭയം തേടി ഒടുവിൽ വൈകുണ്ഠത്തിലെത്തി, ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അടുത്തെത്തി. അപ്പോൾ മഹാവിഷ്ണു ഈ ദുർവാസാവ് മഹർഷിയോട് പറഞ്ഞു, അല്ലയോ മുനെ, ഞാൻ ഭക്തദാസനാണല്ലോ അല്ലേ? ഗുരുവായൂരപ്പൻ ഭക്തദാസനാണ് അല്ലെ, ഭക്തവത്സലനാണ് കണ്ണൻ എന്നൊക്കെ നമ്മൾ പറയും. ഭക്തദാസനാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് എനിക്കിതിലൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. അറിവും തപസ്സും വിനയമുണ്ടെങ്കിൽ മാത്രമേ മാനിക്കപ്പെടുന്നുള്ളൂ. അതായത് എത്രത്തോളം ജ്ഞാനമോ പാണ്ഡിത്യമോ ഒക്കെ ഉണ്ടായിക്കോട്ടെ, വിനയമില്ലെങ്കിൽ അതിന് മാനിക്കപ്പെടുകയില്ല. ആ അറിവോ തപസ്സോ ഒന്നും തന്നെ മാനിക്കപ്പെടില്ല. അപ്പോൾ ദുർവാസാവ് മഹർഷിക്കുള്ള ഏറ്റവും വലിയ പോരായ്മ എന്തായിരുന്നു? അദ്ദേഹം ത്രികാലജ്ഞാനിയാണ് അല്ലേ, ദിവ്യദൃഷ്ടിയൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. ഇത്രയൊക്കെ കഴിവുകൾ ഉണ്ടായിട്ടും അദ്ദേഹത്തിന് ഒരു പോരായ്മയാണ് ഉണ്ട്. പക്ഷെ ആ പോരായ്മയാണ് ഏറ്റവും വലിയ പോരായ്മ, അതാണ് അഹങ്കാരം. അപ്പോൾ ആ അഹങ്കാരം ഉണ്ടെങ്കിൽ ഒന്നും നടക്കില്ല. മാത്രമല്ല ഇപ്പം നോവിച്ചിരിക്കുന്നത് ആരെയാണ്? ദ്വാദശി വ്രതം അനുഷ്ഠിച്ച് പാരണ വീടാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് മനഃപൂർവ്വം കയറി ചെന്ന് ബുദ്ധിമുട്ടിച്ചിരിക്കുകയാണ്. ആരെ? ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തനെ. അപ്പോൾ ഭക്തവത്സലനായിട്ടുള്ള ഗുരുവായൂരപ്പൻ അത് സഹിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം അതാ പറയുന്നത്, ഭക്തദാസനാണ് ഞാൻ, അപ്പോൾ എനിക്കിതിലൊന്നും ചെയ്യാൻ കഴിയുകയില്ല. അറിവും തപസ്സും വിനയമുണ്ടെങ്കിൽ മാത്രമേ മാനിക്കപ്പെടുകയുള്ളൂ. അപ്പോൾ ചെല്ലുക, അംബരീഷൻ്റെ കാലുകളെ തന്നെ ആശ്രയിക്കുക. അതായത് അംബരീഷനോട് ചെന്ന് കാൽക്കൽ വീണ് മാപ്പ് പറഞ്ഞ് ആ സുദർശന ചക്രത്തിൽ നിന്ന് രക്ഷപ്പെട്ടോളൂ, അല്ലാതെ എന്നെ അഭയം പ്രാപിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ നോക്കൂ, തൻ്റെ ഭക്തനോട് എത്രത്തോളം വാത്സല്യമുള്ള ഒരാളാണ് ഗുരുവായൂരപ്പൻ എന്ന് നോക്കും അല്ലേ. ഭഗവാന് പോലും ആ സുദർശന ചക്രത്തെ തടയാൻ സാധിക്കില്ല. തൻ്റെ ഭക്തൻ ക്ഷമിച്ചാൽ സുദർശന ചക്രവും ക്ഷമിച്ചു എന്ന് വരാം. അപ്പോൾ നേരെ അങ്ങോട്ട് ചെല്ലുക, ചെന്ന് അംബരീഷ ചക്രവർത്തിയുടെ കാലുകളെ തന്നെ ആശ്രയിക്കാൻ വേണ്ടി പറയുകയാണ് ഗുരുവായൂരപ്പൻ.
അതാണ് 8ാമത്തെ ശ്ലോകത്തിൽ വിശദീകരിക്കുന്നത്. അപ്പോൾ അതിൽ അത്രയേ ഉള്ളൂ മനസ്സിലാക്കാൻ. ഒടുവിൽ അഭയം പ്രാപിച്ച് വൈകുണ്ഠത്തിലെത്തി ദുർവാസാവ് മഹർഷി. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഞാൻ ഭക്തദാസനാണ്, അറിവും തപസ്സും വിനയമുണ്ടെങ്കിൽ മാത്രമേ മാനിക്കപ്പെടുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അംബരീഷ ചക്രവർത്തിയുടെ കാലുകളെ ചെന്ന് അഭയം പ്രാപിക്കുവാൻ വേണ്ടി പറഞ്ഞു. ഇനി നമുക്ക് 9ാമത്തെ ശ്ലോകം ചൊല്ലാം. താവത് സമേത്യ മുനിനാ സഗൃഹീതപാദോ രാജാപസൃത്യ ഭവതസ്ത്രമസാവനൗഷീത് ചക്രേ ഗദേ മുനിരദാത കിലാശിഷോസ്മൈ ത്വദ്ഭക്തിമാഗസി കൃതേപി കൃപാം ച ശംസൻ. ഒന്നുകൂടി ചൊല്ലാം. താവത് സമേത്യ മുനിനാ സഗൃഹീതപാദോ രാജാപസൃത്യ ഭവതസ്ത്രമസാവനൗഷീത് ചക്രേ ഗദേ മുനിരദാത കിലാശിഷോസ്മൈ ത്വദ്ഭക്തിമാഗസി കൃതേപി കൃപാം ച ശംസൻ. 9ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്, അങ്ങനെ മഹാവിഷ്ണുവിൻ്റെ ഉപദേശം അനുസരിച്ച് ആ ദുർവാസാവ് മഹർഷി ചെന്ന് അംബരീഷ ചക്രവർത്തിയുടെ പാദത്തിൽ വീഴുകയാണ്. അംബരീഷ ചക്രവർത്തിയുടെ കാലുകൾ പിടിക്കാൻ വേണ്ടി ചെന്നു, കാല് പിടിച്ചു. പക്ഷേ അംബരീഷ ചക്രവർത്തി അവിടെ നിന്നും മാറി നിന്നു. അത്രയധികം വിനയവും സത്കർമ്മങ്ങൾ ചെയ്യുന്ന ഒരാളായതുകൊണ്ട് തന്നെ ഇത്രയും കഴിവുള്ള ഒരാൾ, ഇത്രയും പാണ്ഡിത്യവും ഇത്രയും അറിവും ഇങ്ങനെയുള്ളൊരു മഹർഷി വന്ന് തൻ്റെ കാൽക്കൽ വീഴുന്നത് തീരെ ശരിയായിട്ടുള്ളൊരു കാര്യമല്ല എന്നുള്ളൊരു ചിന്തയാണ് അംബരീഷ ചക്രവർത്തിക്ക് ഉണ്ടായത്. അപ്പോൾ മാറി നിന്ന് ആ ചക്രത്തെ സ്തുതിക്കുകയാണ്. അപ്പോൾ അംബരീഷ ചക്രവർത്തി ആ ചക്രത്തെ സ്തുതിച്ച സമയത്ത് ചക്രം പിൻവാങ്ങി. ചക്രം പിൻവാങ്ങിയ സമയത്ത് ദുർവാസാവ് മഹർഷി ആ അംബരീഷ ചക്രവർത്തിയുടെ ഭക്തിയെയും കാരുണ്യത്തെയും പ്രശംസിച്ച് പാടി പുകഴ്ത്തിയ മഹർഷി സർവ്വാശിസ്സുകളും നൽകി ആ ചക്രവർത്തി അനുഗ്രഹിച്ചു എന്നുള്ളതാണ് 9ാമത്തെ ശ്ലോകത്തിൽ വിശദീകരിക്കുന്നത്. അതായത് മഹാവിഷ്ണു പറഞ്ഞു, അല്ലേ, എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ ഭക്തദാസനാണ്, അപ്പോൾ നേരെ ചെല്ലുക, അംബരീഷ ചക്രവർത്തിയുടെ കാല് തന്നെ പോയി പിടിക്കാൻ പറയുകയാണ്. ആ മഹാവിഷ്ണുവിൻ്റെ ഉപദേശം അനുസരിച്ച് ദുർവാസാവ് മഹർഷി അപ്പോൾ തൻ്റെ അഹങ്കാരങ്ങളൊക്കെ ശമിച്ചു, അല്ലേ, എവിടെ ഓടിയിട്ട് രക്ഷയില്ല. അപ്പോൾ നേരെ ചെന്നു ചക്രവർത്തിയുടെ കാല് പിടിക്കാൻ. അങ്ങനെ ചെന്ന് കാല് പിടിച്ചു. അപ്പോൾ മാറി നിന്നിട്ട് അംബരീഷ ചക്രവർത്തി കാല് പിടിച്ചപ്പോൾ ഇത്രയും വലിയൊരാൾ കാല് പിടിക്കുകയാണല്ലോ, അപ്പോൾ മാറി നിന്നു. അവിടെ നിന്ന് മാറി നിന്നിട്ട് ആ ചക്രത്തെ സ്തുതിച്ചു. അങ്ങനെ ചക്രം പിൻവാങ്ങിയ സമയത്ത് ദുർവാസാവ് മഹർഷി അംബരീഷ ചക്രവർത്തിയുടെ ഭക്തിയെയും കാരുണ്യത്തെയും കുറിച്ച് പാടി പുകഴ്ത്തി എന്നാണ് പറയുന്നത്, അല്ലേ. തന്നെ ഉപദ്രവിക്കാനായിട്ടാണ് വന്നത്, വ്രതഭംഗം വരുത്തുവാനാണ് മഹർഷി ശ്രമിച്ചത്. അപ്പോൾ എന്നിട്ട് പോലും മഹർഷിയോട് അങ്ങോട്ട് കാരുണ്യത്തോടു കൂടിയാണ് ചക്രവർത്തി പെരുമാറിയത്. അപ്പോൾ അങ്ങനെ ആ ചക്രവർത്തിയുടെ ഭക്തിയെയും കാരുണ്യത്തെയും പാടി പുകഴ്ത്തി സർവ്വ ആശിസ്സുകളും നൽകി ആ രാജാവിനെ അനുഗ്രഹിച്ചു എന്നുള്ളതാണ് 9ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. ഇനി നമുക്ക് 10ാമത്തെ ശ്ലോകം ചൊല്ലാം. രാജാ പ്രതീക്ഷ്യ മുനിമേകസമാമനാശ്വാൻ സംഭോജ്യ സാധുതമൃഷിം വിസൃജൻ പ്രസന്നം ഭുക്ത്വാ സ്വയം ത്വയി തതോപി ദൃഢം രഥോഭൂത് സായുജ്യമാപ ച സമാം പവനേശപായ. ഒന്നുകൂടി ചൊല്ലാം. രാജാ പ്രതീക്ഷ്യ മുനിമേകസമാമനാശ്വാൻ സംഭോജ്യ സാധുതമൃഷിം വിസൃജൻ പ്രസന്നം ഭുക്ത്വാ സ്വയം ത്വയി തതോപി ദൃഢം രഥോഭൂത് സായുജ്യമാപ ച സമാം പവനേശപായ. 10ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്, രാജാവ് മഹർഷിയെ കാത്തിരുന്നിട്ട് 1 വർഷക്കാലത്തോളം ഒന്നും കഴിക്കാതെ ആ മഹർഷിയെ തന്നെ കാത്തിരുന്നു എന്നുള്ളതാണ്. പിന്നീട് മഹർഷി തിരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തെ വേണ്ട വിധം ഊട്ടുകയും പ്രസന്നനാക്കി തീർക്കുകയും യാത്രയാക്കുകയും ചെയ്തു. എന്നിട്ടാണ് രാജാവ് ഭക്ഷണം പോലും കഴിക്കുന്നത്. പിന്നീട് പൂർവാധികം ഭക്തിയോടുകൂടി പൂർവാധികം വിഷ്ണുഭക്തനായി ജീവിച്ച് ഒടുവിൽ മോക്ഷം പ്രാപിക്കുകയും ചെയ്തു. അങ്ങനെയുള്ള ഗുരുവായൂരപ്പ, അങ്ങ് എന്നെയും രക്ഷിക്കണമേ എന്നുള്ളതാണ് ചുരുങ്ങിയ
വിവരണം, 10ാമത്തെ ശ്ലോകത്തിൻ്റെ ചുരുങ്ങിയ വിവരണം. അതായത് ദുർവാസാവ് മഹർഷി സുദർശന ചക്രത്തെ ഭയന്ന് ഓടിയപ്പോൾ ഈ മഹർഷിയെ കാത്ത് അവിടെ രാജാവ് 1 വർഷക്കാലത്തോളം ഭക്ഷണം പോലും കഴിക്കാതെ കാത്തിരുന്നു എന്നുള്ളതാണ്. ഒടുവിൽ മഹർഷി തിരിച്ചു വന്നതിന് ശേഷം അദ്ദേഹത്തെ വേണ്ട വിധത്തിൽ ഊട്ടി പ്രസന്നനാക്കി അദ്ദേഹത്തെ മഹർഷിയെ യാത്രയാക്കി. എന്നിട്ട് താനും ഭക്ഷണം കഴിച്ചു എന്ന് പറയുന്നുണ്ട്. പൂർവാധികം വിഷ്ണു ഭക്തനായി തീർന്നു അല്ലേ. ഭക്തനൊരിക്കലും ഭക്തി കുറയുകയല്ല, കൂടുകയേ ചെയ്യുള്ളൂ അല്ലേ. അപ്പോൾ പൂർവാധികം ഭക്തനായി തീർന്നു. ഒരു ഭക്തന് ഭക്തി കൂടുവാനുള്ള സാഹചര്യങ്ങൾ ഗുരുവായൂരപ്പനായിട്ട് തന്നെ സൃഷ്ടിക്കുകയും ചെയ്യും. അപ്പോൾ വീണ്ടും പൂർവാധികം ഭക്തിയോടുകൂടി വിഷ്ണു ഭഗവാനുള്ള ഭക്തിയോടുകൂടി ജീവിച്ച് ഒടുവിൽ മോക്ഷം പ്രാപിക്കുകയും ചെയ്തു എന്നുള്ളതാണ് 10ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. അങ്ങനെ ഭട്ടതിരിപ്പാട് പറയുകയാണ്, അങ്ങനെയുള്ള ഗുരുവായൂരപ്പ അങ്ങ് എന്നെയും രക്ഷിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് 33ാമത്തെ ദശകത്തിലെ അവസാന ശ്ലോകവും 33ാമത്തെ ദശകവും ഇവിടെ ഭട്ടതിരിപ്പാട് അവസാനിപ്പിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്ന് ചൊല്ലിയ 5 ശ്ലോകങ്ങളും ഒന്നുകൂടി ചൊല്ലാം. കൃത്യാം ച താമസി ധരാം ഭുവനം ദഹന്തീമഗ്രേപി വീക്ഷ്യ നൃപതിർന പദാച്ച കമ്പേ ത്വദ്ഭക്തപാദമഭിവീക്ഷ്യ സുദർശനം തേ കൃത്യാനലം ശലഭയന്മുനിമന്വദാവീത് दावन्न शेषभुवनेषु भियास पश्यन् विश्वत्र चक्रमपि ते गदवान् विरिञ्जं कक्कालचक्रमतिलङ्घयतीत्यपास्त शर्वं ययौ स च भवन्दमवन्दतैव भूयो भवन्निलयमेत्य मुनिं न मन्दं प्रोचे भवानः मृषेननुभक्तदासा ज्ञानं तपश्च विनयान्वितमेव मान्यं याह्यम्बरीशपदमेव भजेति भूमन् तावत् समेत्य मुनिना सगृहीतपादो राजापसृत्य भवदस्त्रमसावनौषीत् चक्रे गदे मुनिरदात किलाशिषोऽस्मै त्वद्भक्तिमागसि कृतेऽपि कृपां च शंसन् राजा प्रतीक्ष्य मुनिमेकसमामनाश्वान् सम्भोज्य साधुतमृषिं विसृजन् प्रसन्नं भुक्त्वा स्वयं त्वयि ततोऽपि दृढं रतोऽभूत् सायुज्यमाप च समां पवनेश पाय सर्वत्र गोविन्दनाम सङ्कीर्तनं गोविन्द गोविन्द. അങ്ങനെ നമ്മൾ 33ാമത്തെ ദശകം ഇവിടെ ചൊല്ലി പൂർത്തിയാക്കിയിട്ടുണ്ട്, അംബരീഷ ചരിതം. ഇനി 34ാമത്തെ ദശകം രാമായണ കഥയാണ് തുടങ്ങുന്നത്. ഹനുമത് സംഗമം വരെ ആണ് 34ാമത്തെ ദശകത്തിൽ. 35ാമത്തെ ദശകത്തിൽ അതിൻ്റെ ബാക്കി കഥയും ഉണ്ടാവും. അപ്പോൾ 33ാമത്തെ ദശകത്തിൻ്റെ പാരായണം മാത്രമായിട്ടുള്ള വീഡിയോയും ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ എല്ലാവരും തുടർന്നും ഇതുപോലെ തന്നെ വീഡിയോസൊക്കെ കാണണം. എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റുകളിൽ അറിയിക്കുക. ഈ വീഡിയോസൊക്കെ ഉപകാരപ്രദമാവും എന്ന് തോന്നുന്നവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. ഇതുപോലെ തന്നെ ഗുരുവായൂരപ്പനെ വിളിച്ച് നമുക്കൊപ്പം ഒരുമിച്ച് മുന്നോട്ട് പോവാം. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഹരിയോ.